അറിവിന്റെ ലോകത്തേക്ക് കടന്നുവരുന്ന കുരുന്നുകൾ കളിച്ചും ഉല്ലസിച്ചും പഠിച്ചു വളരേണ്ടവരാണെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൽ ഈ വലിയ ലക്ഷ്യം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നീണ്ടൂർ മൂഴികുളങ്ങര ഗവൺമെന്റ് LP സ്കൂളിൽ സ്ഥാപിച്ച വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഇത് ഗവൺമെന്റ് ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന രംഗത്ത് ദിശാബോധം പകരുന്ന അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ കുറിക്കുന്ന രംഗത്ത് തന്നെ അവർക്ക് മാനസികമായ, ബൗദ്ധികമായ, സർഗാത്മകമായ വാസനകളെ വാർത്തെടുക്കാൻ കഴിയുന്ന ഒരു അഭിരുചി നമ്മളുടെ പ്രാഥമികമായി സൃഷ്ടിച്ചെടുക്കാനാണ് ഈ വർണ്ണക്കൂടാരം വഴി ലക്ഷ്യമിടുന്നത്. അതാണ് നമ്മുടെ സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗത്ത് സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിച്ചിരിക്കുന്ന അതിനൂതനമായ ആശയം. നിങ്ങൾക്കെല്ലാം അറിയാം, പണ്ട് കാലങ്ങളിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, 1ാം ക്ലാസ്സിൽ നമ്മുടെ വളർത്തുമൃഗങ്ങളെയും അതുപോലെ തന്നെ വന്യമൃഗങ്ങളെയും പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ ഒരു അധ്യാപകൻ ആനയെ വരച്ചപ്പോൾ ആനയ്ക്ക് കാല് 4 വരെ 5 ഇപ്പോ അങ്ങനെയല്ല. കുട്ടികൾക്ക് ഇത് കാണണമെങ്കിൽ എന്തെങ്കിലും അവിടെ വെച്ച് തന്നെ തന്ന റിമോട്ടുണ്ട്. ആ റിമോട്ട് അമർത്തിയാൽ ആ സ്ക്രീനിൽ ആന എന്ന് പറയുമ്പോൾ ആന കുട്ടികളെ നേരെ ചിഹ്നം വിളിച്ച് ആ സ്ക്രീനിൽ വരികയാണ്. വരയ്ക്കണ്ട, അവരെ കാണിക്കുക. അപ്പൊ ഏതൊക്കെ കണ്ടുപിടിക്കാൻ വൈൽഡ് അനിമലിനെ, ഡൊമസ്റ്റിക് അനിമലിനെ, അല്ലെങ്കിൽ വളർത്തുമൃഗങ്ങളെ, വന്യമൃഗങ്ങളെ, ശാസ്ത്രയുഗം, സൂര്യന് ചുറ്റും എത്ര ഗ്രഹങ്ങളുണ്ട്, ആ സൗരയൂഥത്തിൽ എത്ര ഗ്രഹങ്ങൾ, എത്ര എക്കലങ്ങൾ, ഇതെല്ലാം ഇളം ക്ലാസ്സുകൾ തന്നെ 1-2 ക്ലാസ്സുകളൊക്കെ തന്നെ കുട്ടിക്ക് പഠിക്കാൻ കഴിയുന്ന വിധത്തിൽ മുൻപിൽ ഇരിക്കുന്ന സ്ക്രീനിലേക്ക് നോക്കിയാൽ അവരുടെ മുമ്പിലെ ലാപ്ടോപ്പിൽ വിരലമർത്തിയാൽ അത് സ്ക്രീനിൽ തെളിഞ്ഞു വരും. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സമരശിക്ഷ അഭിയാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വർണ്ണക്കൂടാരം നടപ്പാക്കിയത്. മാതൃക പ്രീ പ്രൈമറി സ്കൂളിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. യോഗത്തിൽ നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. സ്കൂളിന്റെ 65ാമത് വാർഷികാഘോഷവും രക്ഷകർതൃ സംഗമത്തോടനുബന്ധിച്ചായിരുന്നു ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. SSK ജില്ലാ കോർഡിനേറ്റർ KS പ്രസാദ് പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ഹൈമി ബോബി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തോമസ് കോട്ടൂർ, നീണ്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആലീസ് ജോസഫ്, സ്കൂൾ ഹെഡ്മിസ്ട്രസ് പുഷ്പ ഷേണായി തുടങ്ങിയവർ പ്രസംഗിച്ചു. കുട്ടികൾക്കൊപ്പം വർണ്ണക്കൂടാരത്തിലും ട്രെയിനിലും കയറിയും മന്ത്രി കുട്ടികൾക്കൊപ്പം സമയം ചെലവഴിച്ചു. സ്കൂളിന്റെ വികസനത്തിന് പ്രത്യേക ഫണ്ടും മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്.